ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദിതനായി സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് 13 നോയമ്പ്. അതായത് ഇന്ന് നോമ്പിൻ്റെ 5-ാം ദിവസം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവകൃപയ കരുണയുള്ളവൻ എന്നാണ്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനും യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനുമായിരുന്നു വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. യോഹന്നാൻ സ്വയം വിശേഷിപ്പിക്കുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ്. യോഹന്നാൻ ശ്ലീഹയുടെ രക്ഷാസുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 25 വരെയും 19-ാം അധ്യായം 26-ലും 20-ാം അധ്യായം 1 മുതൽ 10 വരെയും 21-ന്റെ 24-ലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. യേശു ക്രിസ്തു തൻ്റെ ക്രൂശുമരണത്തിൻ്റെ സമയത്ത് വിശുദ്ധ മറിയാമിൻ്റെ സംരക്ഷണ ചുമതലയും ഈ യോഹന്നാനെ ആണ് ഏൽപ്പിച്ചത്. ഇടിമക്കൾ എന്ന് വിളിക്കുന്നവരിൽ ഒരുവനായിരുന്നു വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. ശബദിയുടെയും ശലോമിയുടെയും മകൻ ആയിരുന്നു. തൻ്റെ സഹോദരനെ പോലെ തന്നെ സ്നാപക യോഹന്നാൻ്റെ ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ ശ്ലീഹ. പ്രധാന 3 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യോഹന്നാൻ ശ്ലീഹ. മരുരൂപമലയിലും ഗത്സമന തോട്ടത്തിലും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ, കർത്താവിൻ്റെ ക്രൂശ് ചുവട്ടിൽ നിന്നുകൊണ്ട് ആ മഹാത്യാഗത്തിൻ്റെ സാക്ഷിയായവൻ, ശിമോനോടൊപ്പം യേശുവിൻ്റെ കല്ലറയിലേക്ക് ഓടിയെത്തുന്നവൻ, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയ ശ്ലീഹ, തിരുവെഴുത്താഴത്തിൽ തൻ്റെ ഗുരുവിൻ്റെ മാറിൽ ചാരിക്കിടന്ന ശിഷ്യൻ, ജന്മദേശം കാനായിലെ ബേത്സയിദ ആയിരുന്നു. സഹോദരൻ വലിയ യാക്കോബായിരുന്നു. യോഹന്നാൻ ശ്ലീഹയുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. പ്രവർത്തന മേഖലകൾ യെരുശലേമും യഹൂദ്യയും ആയിരുന്നു. വിശുദ്ധ മറിയാമിൻ്റെ വേർപാടോടുകൂടി യോഹന്നാൻ ഏഷ്യയിലേക്ക് പോയി. അവിടെ 7 സഭകൾ സ്ഥാപിച്ചു. എഫേസോസിൽ താമസിച്ചു. അതിനിടയിൽ റോമിലേക്ക് പോയി. അവിടെ വച്ച് അനവധി പീഡനങ്ങൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. ഡൊമേഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹത്തെ തീച്ചൂളയിൽ തിളച്ച എണ്ണയിൽ ഇട്ടിട്ടും ഉഗ്രവിഷം കുടിപ്പിച്ചിട്ടും യാതൊരു കുഴപ്പവും അദ്ദേഹത്തിന് സംഭവിച്ചില്ല എന്ന് ചരിത്രം പറയുന്നു. AD 95-ൽ പദ്മോസ് ദ്വീപിലേക്ക് അദ്ദേഹത്തെ നാടുകടത്തി. അവിടെ വെച്ച് വെളിപാട് പുസ്തകം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അവിടെ ദൈവമാതാവ് അദ്ദേഹത്തെ വഴി നടത്തി വീണ്ടും എഫേസോസിലെത്തി സഭയുടെ പരിപാലനം നിർവഹിച്ചതായി ചരിത്രം പറയുന്നു. അവസാനം വയോധികനായി സ്വാഭാവിക മരണം സ്വീകരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി അദ്ദേഹം അറിയപ്പെടുന്നു. ഓർമ്മദിനം മെയ് 8. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം, 3 ലേഖനങ്ങൾ 1, 2, 3 ലേഖനങ്ങൾ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. വെളിപാട് സാഹിത്യവും അദ്ദേഹം തന്നെ എഴുതി എന്ന് വിശ്വസിക്കുന്നു. ശ്ലീഹ നോമ്പിൻ്റെ 6-ാം ദിവസം ജൂൺ 21. വിശുദ്ധ യൂദാ ശ്ലീഹ. തദായി, ലാബി എന്നും കൂടി യൂദാ ശ്ലീഹായ്ക്ക് പേരുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് യാക്കോബ് എന്നായിരുന്നു. ലൂക്കോസ് എവൻഗേലിയോസ്തയുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 16-ാം വാക്യം. ചെറിയ യാക്കോബിൻ്റെ സഹോദരൻ ആയിരുന്നു. ആദിമ പാരമ്പര്യ പ്രകാരം യൂദാ ശ്ലീഹ ഒരു പണ്ഡിതനായിരുന്നു എന്ന് പറയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 22-ലും 23-ലും യേശുവുമായി അദ്ദേഹം നടത്തിയ ഒരു സംഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. പാലസ്തീനിലും അറേബ്യയിലും മെസൊപ്പൊട്ടേമിയയിലും സുവിശേഷം അറിയിച്ചു. അതിനുശേഷം പേർഷ്യയിൽ എത്തി. കനാൻകാരനായ ശിമോനോടൊപ്പം പേർഷ്യയിലെ സുവിശേഷ ദൗത്യം അദ്ദേഹം ഏറ്റവും വിജയകരമാക്കി എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അനേകം ആളുകളെ ക്രിസ്ത്യാനികളാക്കി, അനേകം പള്ളികൾ സ്ഥാപിച്ചു. കുറെ കാലം അദ്ദേഹം സിറിയയിലും പ്രവർത്തിച്ചു. തദായി ശ്ലീഹായുടെ പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ എഡേസ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന അബ്കാർ തനിക്ക് ഒരു രോഗത്തിൽ നിന്നും സൗഖ്യം പ്രാപിക്കുന്നതിനായി തൻ്റെ ദൂതനായ അനന്യാസിൻ്റെ കയ്യിൽ
യേശുവിന് ഒരു കത്ത് അയച്ചതായി പറയുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: യൂതന്മാർ യേശുവിനെതിരെ ഗൂഢാലോചന നടത്തിയിരുന്നതിനാൽ എഡേസയിലേക്ക് വരിക, അവിടെ സുഖമായി സുരക്ഷിതമായി കഴിയാമെന്ന്. യേശു മറുപടിയായി പറയുന്നത്: ഞാൻ ലോകത്തിനു വേണ്ടി മരിക്കാൻ വന്നിരിക്കുന്നു. എൻ്റെ ശിഷ്യനായ തഥായി യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം അവിടെ എത്തിക്കൊള്ളും എന്നാണ്. അതോടൊപ്പം ഒരു തുവാല കൊണ്ട് തൻ്റെ മുഖം ഒപ്പി അതിൽ യേശുവിൻ്റെ മുഖരൂപം അത്ഭുതകരമായി പതിപ്പിച്ച് കൊടുത്തുവിട്ടു. മറുപടിയും മുഖരൂപവും കൈപ്പറ്റിയ ഉടനെ അബ്കാർ സൗഖ്യപ്പെട്ടു. അദ്ദേഹം, അതായത് യൂദാസ്ലീഹ, ഓറൂദ് എന്ന സ്ഥലത്ത് വെച്ച് മതഭ്രാന്തന്മാരായ പുറജാതികളാൽ കല്ലെറിയപ്പെട്ടു മരിച്ചു എന്നും ബരീത്താസ് പട്ടണത്തിൽ സംസ്കരിക്കപ്പെട്ടുവെന്നും പറയുന്നു. സ്ലീഹ നോമ്പിൻ്റെ 7-ാം ദിവസം ജൂൺ 22. വിശുദ്ധ മത്തിയാസ് സ്ലീഹ. യൂദാ ഇസ്കരിയോത്ത യേശുവിനെ ഒറ്റിക്കൊടുത്ത് ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിച്ച് ഒടുവിൽ ആദിമ സഭ പരിശുദ്ധാത്മ നിയോഗത്താൽ തിരഞ്ഞെടുത്തത് മത്തിയാസിനെ ആണ്. 72 അറിയിപ്പുകാരിൽ ഒരുവനും യേശുവിനോടുകൂടി നടന്ന അപ്പോസ്തലന്മാരല്ലാത്ത ശിഷ്യന്മാരിൽ ഒരുത്തനും ആയിരുന്നു അദ്ദേഹം. മത്തിയാസ്ലീഹ നരഭോജികളുടെ നാട്ടിൽ സുവിശേഷം അറിയിപ്പാൻ പോയി എന്നാണ് അന്ത്രയോസിൻ്റെയും മത്തിയാസിൻ്റെയും പ്രവർത്തനങ്ങൾ എന്ന കൃതിയിൽ പറയുന്നത്. അദ്ദേഹം വിശുദ്ധാത്മ പ്രാപ്തിക്ക് ശേഷം യഹൂദ്യയിലും കപ്പദോക്യയിലും എത്യോപ്യയിലും സുവിശേഷം അറിയിച്ച ശേഷം കപ്പദോക്യയിൽ വെച്ചോ യെരുശലേമിൽ വെച്ചോ രക്തസാക്ഷി മരണം പ്രാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്ലീഹ നോമ്പിൻ്റെ 8-ാം ദിവസം ജൂൺ 23 ദൈവം അനുവദിക്കുന്നു എങ്കിൽ നാളെ, അതായത് അടുത്ത എപ്പിസോഡിൽ ഈ സ്ലീഹായെക്കുറിച്ചും ബാക്കിയുള്ള 13 ദിവസം വരെയുള്ള ഓരോ സ്ലീഹന്മാരുടെ ഓർമ്മയെക്കുറിച്ചും ഞാൻ പബ്ലിഷ് ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.